ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി മുതൽ കണിമംഗലത്തുള്ളവരുടെ മുന്നിലായാലും അച്ഛന്റെ മുൻപിലായാലും രാധികയും വരുണും പറയുന്നത് കള്ളം മാത്രമാ. കാരണം അവര് പറയുന്ന സത്യത്തിന് തെളിവില്ല. കണ്ടില്ലേ മാഡം? ഇല്ല മോളെ. കഴിഞ്ഞ ദിവസം രാധിക അന്വേഷിച്ചു വന്ന അതേ ആളാണോ? അല്ലല്ല, ഇതൊരു പെണ്ണ. മോള് പോയി പ്രാക്ടീസ് ചെയ്യും. വേണ്ട, അമ്മയും മോളും ഇതുവരെ ഇല്ലാത്ത സന്തോഷത്തിൽ കഴിയോ. ഒന്നും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അതെ, ഇവിടെ ആരും ഇല്ലേ? കുറച്ചു നേരത്തെ ഒന്ന് രണ്ട് ആളുകൾ വന്നിരുന്നു. അവരും എന്നോട് ചോദിച്ചു. അതാ കാറിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ നോക്കിയത്. അതെ, ശ്യാമമ്മയുടെ എവിടെ പോയതാണെന്ന് അറിയാവോ? അത് ശരി, നിങ്ങളല്ലേ ഒന്നിച്ച് നടക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ കുറച്ചു ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല. എന്നിട്ട് വന്നത് നേരെ ഇങ്ങോട്ടാ. ശ്യാമ മേഡത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ശ്യാമ മേഡത്തിന് ഒന്ന് രണ്ട് ദിവസമായി ഇവിടെ കണ്ടിട്ടില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടാന്നോന്ന് അറിയില്ല. പക്ഷേ അമൃത മേഡം ഇവിടെയുണ്ട്. ഇന്നലെ വൈകുന്നേരവും ഞാൻ കണ്ടിരുന്നു. അമൃത മേഡം വരുമ്പോ എന്തെങ്കിലും പറയണോ? ഏയ് വേണ്ട വേണ്ട, വീട് പൂട്ടിക്കിടക്കുന്ന കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോ അവരുടെ അടുത്തേക്കാ പോകുന്നേ. എന്നാ ശരി. രണ്ടു ദിവസം ശ്യാമമ്മയുടെ ഇവിടെ ഇല്ല. എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ ജീവിതത്തിൽ എന്നേക്കുമായി താലിയുടെ കുരുക്ക് ഞാനങ്ങ് ഒഴിവാക്കാം.
എന്തായി മോളെ? അവളുടെ ചിതാഭസ്മം ഞാൻ ഒഴുക്കി മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞതുപോലെ ഒരു അഴുക്ക് കുളത്തിൽ തന്നെ. ഒരുപക്ഷെ അവര് രണ്ടുപേരും കൂടി തെളിവുകൾ കാണിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ താലി അന്വേഷിച്ച് നടക്കും. അതുകൊണ്ടാ അതങ്ങ് തീർത്തേക്കാൻ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് സമാധാനമായി. ആ, ഇനി നീ വീട്ടിൽ പോയിക്കോ. ഇനി മുതൽ കണിമംഗലത്തുള്ളവരുടെ മുന്നിലായാലും അച്ഛന്റെ മുൻപിലായാലും രാധികയും വരുണും പറയുന്നത് കള്ളം മാത്രമാ. കാരണം അവര് പറയുന്ന സത്യത്തിന് തെളിവില്ല. മോനെ, മുത്തശ്ശി, എനിക്ക് തോന്നുന്നത് ആറ്റുവാശ്ശേരിക്കാരുടെ സമ്മതത്തോടെ പിതാമേടം മനഃപൂർവ്വം രാധി ഒളിപ്പിച്ചാണെന്നാ. അവരുണ്ടല്ലോ ആ ആറ്റുവാശ്ശേരിയിൽ മുത്തശ്ശി, ദൈവത്തിനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ മിടിക്കുക. പിന്നെയാണോ പിതാമേടം? പറഞ്ഞു കേട്ട നിലയ്ക്ക് പിതാമേടം നേരെ ചൊവ്വ ചിന്തിക്കുന്ന ഒരാളാണ്. പ്രിയങ്കയുടെയും മുത്തശ്ശിയുടെയും സ്വഭാവം രാധിക പറഞ്ഞു കൊടുത്ത് വ്യക്തമായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. ഇല്ലടാ, അവര് പറയുന്ന ഒന്നും ഫിദ മാഡം കേക്കില്ല. അയാളെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും മുത്തശ്ശി. സത്യം ബോധ്യമാവാത്തവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അത് നീ ചെയ്തു. പക്ഷേ പത്മിനിയുടെയും ഉർവശിയുടെയും മുന്നിൽ വെച്ച് കുറച്ചുകൂടി ക്ഷമ കാണിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നത്. മുത്തശ്ശി, പ്രിയങ്ക മുന്നിൽ വന്ന് കണ്ടോ? അവൾ എന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണിനെ കാണുന്ന പോലെ. അതിന് കൂടുതലായി ചിലപ്പോ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും. അവളെ അങ്ങ് കൊന്നു കളഞ്ഞാലെന്ന് പോലും ഞാൻ ആലോചിക്കും. ഒന്നും മിണ്ടാതിരിക്കടാ. പ്രിയങ്കയെ കൊന്നതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവോ? എടാ, ഇതിന്റെ സത്യം തിരിച്ചറിയേണ്ടതും പത്മിനിയും പരമേശ്വരനോ. അതിന് നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അമ്മയോട് എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല മുത്തശ്ശി. അമ്മ വീണതുകൊണ്ട് മാത്രമാ ഒന്നിച്ചിറങ്ങാൻ പോയ രാധികയെ എനിക്ക് പിരിയേണ്ടി വന്നത്.